പെട്ടെന്ന് സ്വഭാവം മാറുന്നവരെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുകയെന്ന് പറഞ്ഞാ നിന്റെ ചേച്ചി മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന അർത്ഥം. അത് അവരുടെ മനസ്സിലെ പ്രതികാരമല്ലാതെ മറ്റെന്താ? ഇന്നലെ അവർക്കുണ്ടായ അപമാനം സഹിക്കാൻ പറ്റുന്നതാണോ? വെഡിങ് ആനിവേഴ്സറിക്ക് കാമുകിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ ഭർത്താവിന് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ചായ കൊണ്ടു കൊടുക്കാൻ അർച്ചനേട്ടത്തിക്ക് പറ്റുമോ? ആദരയ്ക്ക് പറ്റുമോ? ഒരു സ്ത്രീക്കും പറ്റില്ല. ഇത് അവന്തിയടുത്തയുടെ അഭിനയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും. ചതിക്കാൻ തന്നെ അവരുടെ ഉദ്ദേശം. എന്തായാലും ഈ കളി എവിടം വരെ പോകും നോക്കാം. പിന്നെ നമ്മളെക്കാൾ അവരെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളാ നന്ദേട്ടൻ. ഈ അഭിനയം കൊണ്ടൊന്നും നന്ദേട്ടനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ രണ്ടിലൊരാൾ മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കൂ. അത് ഉറപ്പാ. അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാനാകെ ടെൻഷനിലാണ് നന്ദ. എന്തെങ്കിലും പ്രശ്നമായോ ഞാൻ എല്ലാവരോടത്തും പറയും. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നന്ദനൊന്ന് വരുമോ? എനിക്കൊന്ന് കാണണം പ്ലീസ് നന്ദ. അതെ, ചായ കുടിക്കേ. ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല. എവിടെ പോന്നു? ഈ ചായ കുടിച്ചിട്ട് പോയാ മതി. ഇത് കുടിക്കാതെ പോയാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. റെസ്റ്റോറന്റിൽ സംഭവിച്ചതൊക്കെ ഞാനിപ്പോ തന്നെ അച്ഛനോട് പോയി പറയും. അതു മതി ഇപ്പൊ തുന്നി വെച്ചിരിക്കുന്ന നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം വീണ്ടും പൊട്ടിച്ചിതറിപ്പോവാൻ. എന്താ അത് വേണോ? ജുവൽ ബോക്സ് എവിടെ? അല്ല, ആ താലിമാല എത്ര പവനുണ്ട്? ഇനി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും.